ഇന്ന് നമുക്ക് ഒരു അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ 300 ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. പയർ ഇത്തിരി നീളം വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പയറൊന്ന് വേവാൻ മാത്രമായിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പയർ നമുക്ക് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഓവറായിട്ട് വേവരുത്. കറക്റ്റ് ഒരു പാകത്തിനുള്ള വേവ് മതി. അപ്പോൾ വേവുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ റെഡി ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത്തിരി വലിയ സൈസിലുള്ള 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യേണ്ട, ചതച്ച് വെച്ചാൽ മതി. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർക്കണം. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. വെളുത്തുള്ളി നിർബന്ധമല്ല, ഓപ്ഷണലായിട്ട് ചേർത്താൽ മതി. ഇനി ഇത് എണ്ണയിൽ വാട്ടിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. ചെറിയുള്ളി കളർ ചേഞ്ച് ആവുന്നത് വരെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള മുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിന് ചതച്ച മുളകാണ് ചേർക്കുന്നത്. മുളകും മൂത്ത് ചുവപ്പ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ വേവിച്ച പയർ ചേർക്കണം. ഇനി തീ കുറച്ചിട്ട് എണ്ണയിൽ വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ പയറിലുള്ള ചെറിയ നനവ് മാത്രമേ വേണ്ടൂ, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. വേണമെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ കുറച്ച് സെക്കൻഡ് മൂടി വെച്ച് പിന്നെ പയർ വാടി വരുന്ന രീതിയിലേക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ റെഡി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി ഈ ചൂടിൽ തന്നെ നിന്നോളും. അപ്പോൾ ചോറിന് കൂട്ടാനും സദ്യയിലെ സൈഡ് ഡിഷായിട്ടും ഒക്കെ പറ്റിയ നല്ലൊരു പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.